സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11 ആണ്. 11 ശ്രേഷ്ഠ ഭാഷകളാണ് ഉള്ളത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ പുതിയ പതാകയും ചിഹ്നവും രൂപകൽപ്പന ചെയ്ത സ്ഥാപനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ പുതിയ പതാകയും ചിഹ്നവും രൂപകൽപ്പന ചെയ്ത സ്ഥാപനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത ചലച്ചിത്ര നിരൂപകയും സിനിമാ ഗവേഷകയുമായ വ്യക്തി ആരാണ്? 2024 അന്തരിച്ചു ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത ചലച്ചിത്ര നിരൂപകയും സിനിമാ ഗവേഷകയുമായ വ്യക്തി അരുണ വാസുദേവ് ആണ്. അരുണ വാസുദേവ്. തനതായ സുഗന്ധം, നീളമേറിയ ആകൃതി, ഉയർന്ന പോഷക മൂല്യം എന്നിവയാൽ പ്രസിദ്ധമായ കാജി നേമു എന്ന നാരക ഇനം ഔദ്യോഗികമായി ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന ഫലമായാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? കാജി നേമു. തനതായ സുഗന്ധം, നീളമേറിയ ആകൃതി, ഉയർന്ന പോഷക മൂല്യം എന്നിവയാൽ പ്രസിദ്ധമായ കാജി നേമു എന്ന നാരക ഇനം ഔദ്യോഗികമായി ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആസാം. ആസാമിന്റെ സംസ്ഥാന ഫലമാണ് കാജി നേമു. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയുടെ സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയുടെ സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. ഓപ്ഷൻ സി, രാംനാഥ് കോവിന്ദ്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന് 2024 സെപ്റ്റംബറിൽ നൽകിയ പുതിയ പേര് എന്ത്? കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന് 2024 സെപ്റ്റംബറിൽ നൽകിയ പുതിയ പേര് ശ്രീ വിജയപുരം എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ശ്രീ വിജയപുരം. പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം. കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സുപ്രധാന നേട്ടങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ദേശീയ ബഹിരാകാശ ദിനമായിട്ട്, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച തീയതി ഏതാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സുപ്രധാന നേട്ടങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച തീയതി ഓഗസ്റ്റ് 23 ആണ്. ഓഗസ്റ്റ് 23. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC, ക്രിമിനൽ നടപടി നിയമം CRPC, ഇന്ത്യൻ തെളിവ് നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായി നിലവിൽ വന്ന പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന തീയതി ഏതാണ്? IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായിട്ട് നിലവിൽ വന്ന
എന്നിവയ്ക്ക് പകരമായിട്ട് 3 ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന തീയതി ഏതാണ്? 2024 ജൂലൈ 1 2024 ജൂലൈ 1. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയെ തെരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയെ തെരഞ്ഞെടുത്തത് ബെൽഗാം സമ്മേളനത്തിലാണ്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധിജിയെ തെരഞ്ഞെടുത്തത്. ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം ഏതാണ്? ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം എവിടെയാണ്? മധുരയിലാണ്. മധുര. ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്നത് എവിടെയാണ്? മധുരയിലാണ്. ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുമ്പോൾ പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്. ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ്? ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് അലൂമിനിയമാണ്. അലൂമിനിയം. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ കുമാരദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആര്? ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ജി ശങ്കരക്കുറുപ്പിന് ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് നേടിയത് ഏത് വർഷമാണ് എന്ന് കമന്റ് ചെയ്യുക. ജി ശങ്കരക്കുറുപ്പിന് ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷം കമന്റ് ചെയ്യുക. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വെള്ളിയാണ്. വെള്ളി. കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പദ്ധതിയുടെ പേര് സുകൃതം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ ആണ്. ക്യാൻസർ. ഓപ്ഷൻ ഡി ക്യാൻസർ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പ്രസ്താവിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പ്രസ്താവിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച നമ്പൂതിരി സമുദായത്തിലെ ദുരാചാരങ്ങൾ തുറന്നുകാട്ടിയ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച് നമ്പൂതിരി സമുദായത്തിലെ, ഏത് സമുദായത്തിലെയാണ്? നമ്പൂതിരി സമുദായത്തിലെ ദുരാചാരങ്ങൾ തുറന്നു കാട്ടിയ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് ആരുടെ കൃതിയാണ്? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. ഈ നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത് ആരാണ്? കെ കേളപ്പനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കെ കേളപ്പൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴയും മഞ്ഞുവീഴ്ചയും കൊണ്ടുവരുന്ന പശ്ചിമ അസ്വസ്ഥത, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന പ്രതിഭാസം പ്രധാനമായിട്ടും അനുഭവപ്പെടുന്നത് ഏത് ഋതുവിലാണ്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴയും മഞ്ഞുവീഴ്ചയും കൊണ്ടുവരുന്ന പശ്ചിമ അസ്വസ്ഥത, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന പ്രതിഭാസം പ്രധാനമായും അനുഭവപ്പെടുന്നത് ഏത് ഋതുവിലാണ്? ശൈത്യകാലത്താണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശൈത്യകാലം. ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്നത് ഫെർമിയാണ്. ഫെർമി. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് അനുച്ഛേദത്തിന്റെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്?
പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് അനുച്ഛേദത്തിന്റെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അനുച്ഛേദം 21. അനുച്ഛേദം 21. രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കാരണം കണ്ണിന്റെ റെറ്റീനയിലെ രക്തക്കുഴലുകൾക്ക് നാശം സംഭവിക്കുകയും കാഴ്ച നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്ന നേത്രരോഗം ഏതാണ്? രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കാരണം കണ്ണിന്റെ റെറ്റീനയിലെ രക്തക്കുഴലുകൾക്ക് നാശം സംഭവിക്കുകയും കാഴ്ച നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്ന നേത്രരോഗം ഏതാണ്? ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡയബറ്റിക് റെറ്റിനോപ്പതി. അടുത്ത ചോദ്യം, ത്വക്ക്, മുടി, കണ്ണ് എന്നിവയ്ക്ക് നിറം നൽകുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ ഉൽപാദനത്തിലെ അപര്യാപ്തത അല്ലെങ്കിൽ അഭാവം മൂലമുണ്ടാകുന്ന ജനിതക രോഗമേത്? ത്വക്ക്, മുടി, കണ്ണ് എന്നിവയ്ക്ക് നിറം നൽകുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ ഉൽപാദനത്തിലെ അപര്യാപ്തത അല്ലെങ്കിൽ അഭാവം മൂലമുണ്ടാകുന്ന ജനിതക രോഗമാണ് ആൽബനിസം. ഓപ്ഷൻ ബി. 2025 IPL ക്രിക്കറ്റ് മത്സരം ഫൈനൽ നടന്ന നഗരം ഏതാണ്? 2025 IPL ക്രിക്കറ്റ് മത്സരം ഫൈനൽ എവിടെ വെച്ചാണ് നടന്നത്? അഹമ്മദാബാദ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അഹമ്മദാബാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഒരു പൗരന് എന്ത് അവകാശമാണ് പ്രദാനം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെ? 25 മുതൽ 28 വരെ. 25 മുതൽ 28 വരെ ഒരു പൗരന് എന്ത് അവകാശമാണ് പ്രദാനം ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ്. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അവകാശം. ആർട്ടിക്കിൾ 25 to 28. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ തന്നിരിക്കുന്നത് 4 ആദ്യത്തേത്, നീൽ ദർപ്പൺ ഒരു നാടകമാണ്. നീൽ ദർപ്പൺ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ദീനബന്ധു മിത്രയാണ്. നീൽ ദർപ്പൺ നാടകത്തിൽ കരിമ്പ് കർഷകരുടെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത്. നീൽ ദർപ്പൺ ബ്രിട്ടീഷ് ഭരണകാലത്ത് രചിച്ച കൃതിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന. തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 3ാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നു. നീൽ ദർപ്പൺ നാടകത്തിൽ കരിമ്പ് കർഷകരുടെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. നീൽ ദർപ്പണത്തിൽ നീലം കർഷകരുടെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത്. ഇനി നീൽ ദർപ്പൺ ഒരു നാടകമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്, നീൽ ദർപ്പൺ ഒരു നാടകമാണ്. നീൽ ദർപ്പൺ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ദീനബന്ധു മിത്രയാണ്. ശരിയാണ്. നീൽ ദർപ്പൺ ബ്രിട്ടീഷ് ഭരണകാലത്ത് രചിച്ച കൃതിയാണ്. ശരിയാണ്. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം എന്ത്? ഹൂക്സ് നിയമമാണ്. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം. ഹൂക്സ് നിയമം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഓപ്ഷൻ ബി 1998. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ആദ്യത്തേത്, ഇന്ത്യയിലെ നീളമേറിയ നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയത് കാവേരി നദിയാണ്. നർമ്മദ, താപ്തി എന്നീ ഉപദ്വീപീയ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ സി. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നർമ്മദ, താപ്തി എന്നീ ഉപദ്വീപീയ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നർമ്മദ, താപ്തി എന്നീ ഉപദ്വീപീയ നദികൾ പതിക്കുന്നത് അറബിക്കടലിൽ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ്? ശരിയാണ്. അടുത്തത്, ഇന്ത്യയിലെ നീളമേറിയ നദി ബ്രഹ്മപുത്ര നദി എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഏത് നദിയാണ്? ഗംഗ നദിയാണ്. ഗംഗ.
ഇനി ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയത് കാവേരി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഏതാണ്? ഗോദാവരി നദിയാണ്. ഗോദാവരിയാണ് ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയ നദി. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്കു സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ്. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. വെങ്ങാനൂർ. ഇനി വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്കു സമരം നയിച്ചത് അയ്യങ്കാളിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതും എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപകൻ പൊയ്കയിൽ കുമാരദേവനാണ്. പൊയ്കയിൽ കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. കുമാരനാശാൻ പല്ലയനയാറ്റിലെ ബോട്ട് അപകടത്തിലാണ് മരണപ്പെട്ടത്. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് കുമാരനാശാൻ. വീണപൂവ് എന്ന ഖണ്ഡകാവ്യം രചിച്ചത് കുമാരനാശാനാണ്. പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏത് എന്നാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി. 4 പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കുമാരനാശാൻ നവീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന ആളാണ്. ആരൊക്കെയാണ് നവീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നത്? നവീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നത് കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ. ഇനി പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? പ്രാചീന കവിത്രയങ്ങളിൽ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്നവർ. ഇനി കുമാരനാശാൻ പല്ലനയാറ്റിലെ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടതു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് കുമാരനാശാണ്. ശരിയാണ്. വീണപൂവ് എന്ന ഖണ്ഡകാവ്യം രചിച്ചത് കുമാരനാശാനാണ്. ശരിയാണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആര്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതി ബായി ആണ്. തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഏതാണ്? ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിന്റ് ആണ്. ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി ഓസ്മോസിസ് ആണ്. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ്. ഐക്യരാഷ്ട്ര സംഘടന ജനറൽ അസംബ്ലിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? ഐക്യരാഷ്ട്ര സംഘടന ജനറൽ അസംബ്ലിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. കിതാബ് ഉൽ റഹ്ല എന്ന പ്രശസ്തമായ ഗ്രന്ഥം ആരുടേതാണ്? കിതാബ് ഉൽ റഹ്ല ഇബ്ൻ ബത്തൂത്തയുടേതാണ്. ഓപ്ഷൻ ഡി, ഇബ്ൻ ബത്തൂത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 3 പ്രസ്താവനകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പയ്യന്നൂരിൽ വെച്ച് നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇവിടെ ചോദ്യം ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ്.
ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ് ശരി. ഇവിടെ പയ്യന്നൂരിൽ വെച്ച് നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു എന്ന് തന്നിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തേത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം എന്താണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നു രാഷ്ട്രപതി എന്ന്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറഞ്ഞിരിക്കുന്നു. സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിരം അധ്യക്ഷൻ. അടുത്ത ചോദ്യം, ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം ഏത് വർഷമാണ് നടന്നത്? 1918 ഓപ്ഷൻ ബി 1918. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നാഥുല ചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. കൃഷ്ണ നദി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. കൊങ്കൺ റെയിൽപാത റോഹ മുതൽ മംഗലാപുരം വരെയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 എന്നിവ ശരിയാണ്. ഒന്നാമത്തെ ശരിയാണ്. നാഥുല ചുരം സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നാഥുല ചുരമാണ്. ഇനി കൊങ്കൺ റെയിൽപാത റോഹ മുതൽ മംഗലാപുരം വരെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. കൊങ്കൺ റെയിൽപാത റോഹ മുതൽ മംഗലാപുരം വരെ. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. കൃഷ്ണ നദി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിനടുത്തുള്ള പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? കണ്ടൽ ചെടികൾ ആരാണ്? കല്ലേൽ പൊക്കുടനാണ്. കല്ലേൽ പൊക്കുടൻ. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ അലക്സാണ്ടർ കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായിട്ട് ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാകേഷ് ശർമ്മ ആദ്യമായിട്ട് ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഓപ്ഷൻ എ ആണ് ഉത്തരം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഒരു കുട്ടി ചുമരിനെ തള്ളുന്നത് ഏതുതരം പ്രവൃത്തിയാണ്? 0 ഓപ്ഷൻ സി ആണ് ഉത്തരം. 0. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന ആൾ മുന്നിലേക്ക് വീഴുന്നതിന് കാരണം എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുന്നു. അപ്പോൾ ബസ്സിൽ നിൽക്കുന്ന ഒരാൾ മുന്നിലേക്ക് വീഴുന്നതിന് കാരണം എന്താണ്? ജഡത്വമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജഡത്വം. ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം. ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകരിൽ തെറ്റായത് കണ്ടെത്തുവാനാണ് അടുത്ത ചോദ്യം. സമത്വ സമാജം ബ്രഹ്മാനന്ദ ശിവയോഗി, ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. തെറ്റായത് ഓപ്ഷൻ എ ആണ്. സമത്വ സമാജം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് തന്നിരിക്കുന്നു. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ ശരിയാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ശരിയാണ്. അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ശരിയാണ്.
അപ്പം 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്